ജോർജ് കുട്ടിക്ക് സുഖമാണ്. ജോർജ് കുട്ടിക്ക് അത്ര സുഖമല്ല. അങ്ങനെയാണ് പോകുന്നത്. ജോർജ് കുട്ടിക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ദൃശ്യം വന്നു കഴിഞ്ഞപ്പം നമ്മൾ വിചാരിച്ചു എല്ലാം ശരിയായിരുന്നു. ഇപ്പോഴാണ് 2 വന്നത്. അപ്പോൾ ശരിയായിട്ടില്ല. അപ്പൊ ജോർജ് കുട്ടിക്ക് എങ്ങനെയെങ്കിലും സുഖമാകണം, അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഈ മലയാളി പ്രേക്ഷകര് ഒരുപക്ഷെ വർഷങ്ങളുടെ പഴക്കം വരുമ്പോഴും ഒരു കഥാപാത്രത്തിന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. കാരണം ദൃശ്യം 1 ഇറങ്ങിയിട്ട് ജിത്തു ജോസഫ് കുറെ കാലം വെറുതെ ഇരുന്നു വെച്ച് കഴിഞ്ഞാൽ ജോർജ് കുട്ടിക്ക് വേണ്ടി പണിയെടുക്കാതെ ഇരുന്നു. ക്ലൈമാക്സ് കിട്ടിയില്ല, അല്ലെങ്കിൽ 2 ഇറങ്ങുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരെല്ലാം ഒന്നിങ്ങനെ നിർത്തി. അത് കഴിഞ്ഞൊരു വരവായിരുന്നു. അതും കോവിഡ് കാലത്ത് ആകെ അടഞ്ഞു കിടക്കുമ്പോൾ ഒരു ഗംഭീര എന്റർടൈനർ ആയിട്ട് വന്നു. അതും കഴിഞ്ഞ് പിന്നെ ഒരു വലിയ ഗ്യാപ്പ് എടുക്കുന്നു. 3-ാമത്തെ എത്തുകയാണ്. ഒരു കഥാപാത്രത്തിന്റെ ഒപ്പം മലയാളി ഇത്രയും വർഷം ക്ഷമയോടെ നിൽക്കുകയാണ്. അത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ആ കഥാപാത്രത്തെ അവര് അത്രയും സ്നേഹിക്കുന്നു. അയാളുടെ ആ പ്രവൃത്തി, അതായത് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമല്ല. അയാൾ പറയാണല്ലോ, നിങ്ങളെ ഞാൻ വിടില്ല എന്ന് പറയുന്ന ഒരു വലിയ ഫാമിലി. പിന്നെ 2 ആ സിനിമ എന്ന് പറയുന്നത് ജോർജ് കുട്ടിയുടെ മാത്രം കഥയല്ല, 2 അമ്മമാരുടെ കഥയാണ്, അല്ലെ? 2 കുടുംബങ്ങളുടെ കഥയാണ്, 2 അച്ഛന്മാരുടെ കഥയാണ്, കുട്ടികളുടെ കഥയാണ്. അപ്പൊ അങ്ങനെ അതിൻ്റെ അകത്തൊരു സ്നേഹം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഫാക്ടർ നിൽപ്പുണ്ട്, കുടുംബത്തോടുള്ള ബന്ധം. അതുകൊണ്ടാണ് ആ സിനിമ വളരെയധികം സക്സസ്ഫുൾ ആയെന്നാണ്. അപ്പൊ ചുമ്മാ ഒരു സിനിമ സക്സസ് ആവില്ലല്ലോ. പിന്നെ 2 വന്നപ്പോഴത്തേക്ക് ആ ജോർജ് കുട്ടിയെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആലോചിക്കുന്നത്. കാര്യം ജോർജ് കുട്ടിക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. കാര്യം അയാളെപ്പോഴും ഒരു ടെൻഷനിൽ തന്നെയാണ് അയാളുടെ ജീവിതം. അപ്പൊ അത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അയാളെ എങ്ങനെ ഇതിലേക്ക് ഇനിയും, പിന്നെ ജോർജ് കുട്ടി എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നമുക്ക് പോലും ആ കഥാപാത്രം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ. അതുപോലെ തന്നെയാണ് പ്രഭാകരനും, അതുപോലെ തന്നെയാണ് ഗീതാ പ്രഭാകരനും. പിന്നെ കുട്ടികളൊക്കെ വളർന്നു, 13 വർഷമായി. അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എല്ലാവർക്കും അറിയാം, പ്രേക്ഷകർക്കറിയാം, പോലീസുകാർക്കറിയാം, എല്ലാം അറിയാം ഇങ്ങനൊരു കാര്യം നടന്നു, എന്തോ സംഭവം നടന്നു. പക്ഷെ അതെങ്ങനെയാണ്, ആരാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്, ആ ബോഡി എവിടെ, അതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ടിരിക്കുകയാണ്. പിന്നെ ഈ സിനിമയിൽ ജോർജ് കുട്ടി വലിയ അത്ഭുതങ്ങളൊന്നും കാണിച്ചില്ല. അയാളെല്ലാം ഒരു ശ്രമം നടത്തുകയാണ്. അത് സക്സസ്ഫുള്ളായി മാറുന്നു, അത് വിജയിക്കുകയാണ്. അത് അയാളുടെ ആ ഒരു കൺവിക്ഷൻ എന്ന് പറയാലോ, ഒരു ഫയർ, ഒരു ഡിസയർ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്രയും ഒരു പ്രാർത്ഥനയോടുകൂടെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ അയാൾക്ക് ഏജായി, അയാളുടെ ഫാമിലി വലുതായി, അയാൾ ആ ദുഃഖത്തിൽ തന്നെയാണ്. അയാൾക്കൊരു ഗിൽറ്റുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഇയാളെ തൊഴുത് പറയാം, നല്ല കാര്യത്തിന് വേണ്ടിയാണ്. നമ്മള് സിനിമയിൽ കാണുമ്പോൾ ഗിൽറ്റുണ്ട്, അയാൾ പ്രവൃത്തിയിലും ഗിൽറ്റ് തോന്നുന്നു. പക്ഷെ അയാൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ സിദ്ദിഖ കയിലും ജിത്തോട്ടനിലേക്കും പോകുന്നതിന് മുമ്പ് എനിക്കൊരു ചോദ്യം, ഞാൻ ഈ ആന്റണി പെരുമ്പാവൂരായിട്ട് കുറച്ചു നേരത്തെ ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പൊതുവെ ഈ ആശീർവാദിന്റെ ഏത് സിനിമയാകുമ്പോൾ ആന്റണിയായിട്ട് ഡിസ്കഷൻ നടത്തും. കാരണം എന്താ പറയുക, ജേർണലിസ്റ്റിക് മൈൻഡിൽ ഞാൻ കണ്ടെത്താത്ത പല കാര്യങ്ങളും അദ്ദേഹം ചിലപ്പം ചിന്തിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ 2 പേരും വെച്ചൊരു പോയിന്റാണ്, ഈ ജോർജ് കുട്ടിയെ മോഹൻലാലിന് കിട്ടുക. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെ യഥാർത്ഥ ജീവിതത്തിൽ കിട്ടുന്നു. മോഹൻലാൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്തായിരുന്നു ആദ്യം ചോദ്യം? ഞാൻ ചോദിക്കാൻ സാധ്യതയുള്ളത്, എന്തിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ചോദിക്കും. ഞാനൊരു അത്യാവശ്യ സിനിമയിലൊക്കെ അഭിനയിച്ചു പോകുന്നതാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് നിങ്ങൾ എന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്താണ്, എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കും. അദ്ദേഹം ചിലപ്പോൾ അപ്പം തന്നെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.